Children's literature is always interesting. Here we are discussing such a topic, The Secret Garden by Mark Montaigne. It is a British fantasy drama released in 2020 based on the novel The Secret Garden by Frances Hodgson Burnett. ഫ്രാൻസ് ഹോഡ്സൺ ബേർണറ്റിന്റെ സീക്രട്ട് ഗാർഡൻ എന്ന നോവലിനെ ബേസ് ചെയ്ത് ഉള്ള ഒരു സിനിമയാണിത്. 2020 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. ദ സീക്രട്ട് ഗാർഡൻ എന്ന് തന്നെയാണ് പേര്. ആൻഡ് ഇറ്റ് ഈസ് ദി ഫോർത്ത് അഡാപ്റ്റേഷൻ ഓഫ് ദ നോവൽ ആൻഡ് വാസ് ഡയറക്റ്റഡ് ബൈ മാർക്ക് മുൻഡെൻ. ഇത് ഈ നോവലിന്റെ 4ാമത്തെ അഡാപ്റ്റേഷൻ ആണ്. അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് മാർക്ക് മുൻഡെൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ ഇംഗ്ലണ്ട് of 1947 and about the story of a young orphan who is sent to live with her uncle only to discover a magic garden at his estate. ഒരു അനാഥയായ പെൺകുട്ടി, അവൾ മേരി എന്നാണ് അവളുടെ പേര്. അവൾ അവളുടെ അങ്കിളിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. ആ അങ്കിളിന്റെ വീട്ടിൽ, അനാഥയായ പെൺകുട്ടിയാണ്, അങ്കിളിന്റെ വീട്ടിൽ പോയി അവള് ഒരു സീക്രട്ട് ഗാർഡൻ കണ്ടെത്തുന്ന കഥയാണ് ഇതിൽ പറയുന്നത്. Mary Lennox is an orphan and her parents died from cholera. കോളറ ബാധിച്ച് മരിച്ചതാണ് മേരിയുടെ മാതാപിതാക്കൾ. And in 1947 she was abandoned in her house in British India and she is having been forgotten in the turmoil of partition. ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു അവളുടെ വീട്. പാർട്ടീഷന്റെ സമയത്ത് ആ ഒരു കലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അവള് അവളുടെ പാരന്റ്സിന് നഷ്ടപ്പെടുന്നു. അങ്ങനെ ആ പാരന്റ്സിന് നഷ്ടപ്പെട്ട അവൾ അങ്കിളിന്റെ വീട്ടിലേക്ക് പോകുന്ന കഥയാണിത്. ആൻഡ് ഷീ സെൻഡ് ടു ഹർ അങ്കിൾ ലോർഡ് ആർച്ചിബാൾഡ് ക്രാവൻസ് മിസൽ വാക്ക് മൈനർ ഇൻ എസ്റ്റേറ്റ്. അവളുടെ ഇംഗ്ലണ്ടിലുള്ള ക്രാവൻ എന്ന അങ്കിൾ, ലോർഡ് ക്രാവൻ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അവള് അയക്കപ്പെടുന്നു. And she is an unpleasant and unkind young girl who has to repress her own emotions. പാരന്റ്സ് നഷ്ടപ്പെട്ട കുട്ടിയാണ്. തന്റെ വിചാരങ്ങൾ അടിച്ചമർത്തിയെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കേണ്ടി വന്ന ഒരു ചെറിയ പെൺകുട്ടി. Upon reaching England, she meets Mrs. Medlock, a strict and firm lady who is Lord Craven's housekeeper and servant. ഇംഗ്ലണ്ടില് എത്തിച്ചേരുന്നു. ക്രാവൻ എന്ന തന്റെ അങ്കിളിന്റെ അടുത്ത് എത്തിച്ചേരുന്ന മേരിക്ക് അവിടെ മിസ്സിസ് മെഡ്ലോക്ക് എന്ന ഒരു സെർവന്റിനെ കണ്ടുമുട്ടാൻ ഇടയാവുന്നു. ക്രാവന്റെ സെർവന്റ് ആണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര റൂഡായിട്ടുള്ള മിസ്സിസ് മെഡ്ലോക്ക്. ആൻഡ് മേരി വാസ് ഇൻസ്ട്രക്റ്റഡ് ടു ബി കൺഫൈൻഡ് ഇൻ ദ റൂം ആൻഡ് നോട്ട് എക്സ്പ്ലോർ ദ ഹൗസ്. വന്ന ഉടനെ മേരിയോട് മിസ്സിസ് മെഡ്ലോക്ക് പറഞ്ഞു, നീ വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരുന്നാൽ മതി, എസ്റ്റേറ്റോ അല്ലെങ്കിൽ റൂമോ അല്ലെങ്കിൽ വീടിന്റെ പുറത്തോ ഒന്നും ഇറങ്ങാൻ പാടില്ല എന്ന് ആദ്യം തന്നെ ഓർഡർ കൊടുത്തു. ആൻഡ് ഷീ മീറ്റ്സ് മരിയൻ, എ സെർവന്റ് ഹൂ ഈസ് അൺസെറ്റിൽഡ് ബൈ ഹർ ഡിമാൻഡ്സ്. അങ്ങനെ മേരി മറ്റൊരു സെർവന്റിനെ കണ്ടുമുട്ടുന്നു. അവര് മാർത്ത എന്ന ഭാവന പേര്. മാർത്ത മിസ്സിസ് മെഡ്ലോക്കിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ്. നല്ല ഫ്രണ്ട്ലി ആണ്. അതേപോലെ തന്നെ മിസ്സിസ് മെഡ്ലോക്കിന്റെ ഈ സ്ട്രിക്റ്റ് നിലപാടൊന്നും ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തി. And Mary is allowed to leave the house to explore the estate and woods nearby and stumbles upon a stray dog named Jemima. അങ്ങനെ മാർത്ത മേരിയോട് പറയുന്നു, നീ ഇങ്ങനെ റൂമിനുള്ളിലൊന്നും അടച്ചു കൂട്ടിയൊന്നും ഇരിക്കേണ്ട, നീ പോയിട്ട് വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടോളൂ. ഒരു എസ്റ്റേറ്റ് ആണ്, അവിടെയൊക്കെ പോയി ഒന്ന് നീ കണ്ടോളൂ. അതേപോലെ അതിന്റെ തൊട്ടപ്പുറത്ത് വനം, ചെറിയൊരു വനമുണ്ട്, ആ വനമൊക്കെ പോയിട്ട് കണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ മേരി പോകുന്ന സമയത്ത് ഒരു നായയെ കണ്ട് പെട്ടെന്ന് നിൽക്കുന്നു. ആ നായ ഒരു സ്ട്രേ ഡോഗാണ്. സ്ട്രേ ഡോഗ് മീൻസ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായാണ്. ആ നായ്ക്ക് അവള് ജമീമ എന്ന് പേരിട്ടു. ആൻഡ് അറ്റ് നൈറ്റ് ഷീ ഹിയേഴ്സ് ടൈനി സ്ക്രീംസ് ആൻഡ് വെയിലിംഗ്സ് ത്രൂ ഔട്ട് ദി കോറിഡോർ ആൻഡ് ഫൈൻഡ്സ് ലോർഡ് ക്രാവൻസ് ബെഡ് റിഡൻ സൺ കോളിംഗ് ക്രാവൻ. അങ്ങനെ രാത്രിയില് നമ്മളുടെ മേരി ഇടയ്ക്കിടയ്ക്ക് ഞരങ്ങലും മൂളലും ഒക്കെ കേൾക്കുന്നു. അതായത് വേദന കൊണ്ട് പുളയുന്ന പോലെയുള്ള ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഇവള് കാണുന്നത് ലോർഡ് ക്രാവന്റെ മകൻ, പേര് കോളിൻ ക്രാവൻ, അവൻ ബെഡ് റിഡൻ ആണ്. അതായത് അയാൾക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലുള്ള കോളിൻ ക്രാവനെയും മേരി കാണുന്നു. അങ്ങനെ മേരി ആ ഒരു ലൈഫ് അവിടെ ജീവിക്കുന്ന സമയത്ത് ഷീ കണ്ടിന്യൂസ് ഹെർ എക്സ്പ്ലോറേഷൻ ആൻഡ് ഫൈൻഡ്സ് ജമീമ ഇൻ ടു ദ മിസ്റ്റ്. ഒരു ദിവസം അവളിങ്ങനെ
എല്ലാ ദിവസവും ഇങ്ങനെ എസ്റ്റേറ്റ് സന്ദർശിക്കും. അതേപോലെ തന്നെ റൂമിനുള്ളിൽ അടച്ചുപൂട്ടിയിടണമെന്ന് അല്ലെങ്കിൽ അടച്ചുപൂട്ടിയിരിക്കണമെന്ന് മിസ്സിസ് മെറ്റ്ലോക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ കട്ടിൽ പറത്തി നമ്മുടെ മേരി അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം മഞ്ഞിലേക്ക് പോകുന്ന, നമ്മൾ പറഞ്ഞ എസ്റ്റേറ്റ് ആണ്, അവിടേക്ക് പോകുന്ന ജമീമയെ കാണുന്നു. ആൻഡ് ജമീമ ഈസ് കോട്ട് ഇൻ എ ട്രാപ്പ് ആൻഡ് മേരി rescues it, and she follows Jemima again and climbs a wall and falls into the secret garden. അങ്ങനെ ആ മിസ്റ്റിലേക്ക് പോയി ഒരു ട്രാപ്പിൽ നമ്മുടെ ജമീമ അകപ്പെടുന്നു. ജമീമ എന്നുള്ളത് സ്ട്രേ ഡോഗ് ആണ്. അങ്ങനെ ട്രാപ്പിൽ അകപ്പെടുന്ന ജമീമയെ നമ്മളുടെ മേരി രക്ഷിക്കുന്നു. അങ്ങനെ അവര് ഫ്രണ്ട്സ് ആകുന്നു. ഒരു ദിവസം വീണ്ടും ജമീമയുടെ പുറകെ പോകുന്ന മേരി ഒരു മതിൽ ചാടി മതിലിനപ്പുറത്ത് ഒരു സീക്രട്ട് ഗാർഡനിൽ എത്തിച്ചേരുന്നു. And Mary is guided by a roving to a stone statue within the garden which has a key in the garden within it. അങ്ങനെ ഒരു പക്ഷി ആ സീക്രട്ട് ഗാർഡനിൽ എത്തുന്ന സമയത്ത് മേരി ഒരു പക്ഷിയുടെ പുറകെ പോകുന്നു. ആ പക്ഷി പോയിട്ടൊരു സ്റ്റോൺ സ്റ്റാച്യുവിലാണ് ഇരിക്കുന്നത്, കൽപ്രതിമയിൽ ഇരിക്കുന്നു. ആ കൽപ്രതിമയുടെ പ്രത്യേകത അതിനൊരു താക്കോലൊക്കെ ഉണ്ട്, അത് തുറക്കാൻ പറ്റുന്ന അതിനുള്ളിൽ തന്നെയുള്ള ഒരു പ്രതിമ. And when Mrs. Medlock calls her, she leaves the garden and she meets Colin, and he talks about his hunchback and his difficulty to walk. ഈ സമയത്ത് മിസ്സിസ് മെറ്റ്ലോക്ക് നമ്മുടെ മേരിയെ വിളിക്കുന്നു. അങ്ങനെ ഓടിപ്പാഞ്ഞ് മേരി അവിടെ എത്തുന്നു. മേരി അവിടെ എത്തുന്ന സമയത്ത് അവള് കോളിനെ കാണുന്നു. അങ്ങനെ കോളിനെ കാണുമ്പോൾ കോളിൻ അവളോട് പറയുന്നു അദ്ദേഹത്തിന്റെ മുതുകില് ഒരു കൂനുണ്ട്. ആ കൂലി കാരണം അദ്ദേഹത്തിന് നടക്കാൻ കഴിയുന്നില്ല, ഭയങ്കര പ്രയാസമാണ്, ഒരുപാട് ബുദ്ധിമുട്ടാണ് നടക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ബെഡ് റിട്ടേൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ആൻഡ് ഷീ ടെൽസ് ഹിം ഓഫ് ദ ഗാർഡൻ ഇൻ ദ എസ്റ്റേറ്റ് ബട്ട് കോളിൻസ് ഷോഡ് നോ ഇൻട്രസ്റ്റ്. ഈ സമയത്ത് മേരി പറയുന്നു നമ്മുടെ എസ്റ്റേറ്റിൽ അങ്ങില്ലേ അവിടെ ഒരു നല്ല ഗാർഡൻ ഉണ്ട്, അതിനെക്കുറിച്ച് അവൾ വർണ്ണിക്കാൻ തുടങ്ങുന്നു. പക്ഷേ കോളിന് അതിന് യാതൊരു താല്പര്യം കാണിക്കുന്നില്ല. കാരണം അയാളുടെ വേദന കൊണ്ട് ആ ഒരു ജീവിതം ജീവിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ആ ഒരു താല്പര്യങ്ങളൊന്നും അദ്ദേഹം പരിഗണിക്കുന്നില്ല. ഈ സമയത്ത് while snooping around she finds a room with the pictures of both Mary's mother and Grace Carven and grabs a souvenir, a pearl necklace. അങ്ങനെ ഇവള് വീണ്ടും അവളുടെ എക്സ്പ്ലോറേഷൻ തുടങ്ങുന്നു. അങ്ങനെ ആ എസ്റ്റേറ്റും വീടും ഒക്കെ ഇങ്ങനെ പരതി നടക്കുന്ന സമയത്ത് ഒരു റൂം കാണുന്നു. ആ റൂമിൽ ആന്റിയുടെയും അവളുടെ അമ്മയുടെയും ഫോട്ടോ കാണുന്നു. അതോടൊപ്പം തന്നെ ഒരു പേൾ നെക്ലസും അവിടെ കാണുന്നു. നമ്മൾ പറഞ്ഞു ഇവളുടെ പാരൻസ് മരിച്ചു പോയതാണ്, കോളറ പിടിപെട്ട് പാരൻസ് മരിച്ചുപോയി. അങ്കിളിന്റെ വീട്ടിലേക്കാണ് ഇപ്പോ ആ കുട്ടിയെ പറഞ്ഞയച്ചേക്കുന്നത്. ആ അവിടുത്തെ അങ്കിളിന്റെ ആന്റിയും അമ്മയും ഉള്ള ഒരു ഫോട്ടോയാണ് കുട്ടി കാണുന്നത്. ആൻഡ് മേരി റിട്ടേൺസ് ടു ദ ഗാർഡൻ നെക്സ്റ്റ് ഡേ ടു ഫൈൻഡ് ഡിക്കൻ ഹു ഓഫർ ടു ഹെൽപ്പ് ഹീൽ ജമീമ. ജമീമ നമ്മൾ പറഞ്ഞു ട്രാപ്പിൽ അകപ്പെട്ട് മേരി രക്ഷിച്ചു കൊണ്ടുവന്നതാണ്. അപ്പൊ ചെറിയ മുറിവുണ്ട്. ആ ജമീമയെ ശുശ്രൂഷിക്കാമെന്ന് ഡിക്കൻ പറഞ്ഞതാണ്. അപ്പൊ ഡിക്കനെ അന്വേഷിച്ച് വീണ്ടും മേരി ഗാർഡനിലെത്തുന്നു. And she brings Colin in his wheelchair to the garden. ആ ഗാർഡനിലേക്ക് വീൽ ചെയറിൽ നമ്മളുടെ കോളിനെ കൊണ്ടുവരുന്നു. മേരി ആൻഡ് ഡിക്കൻ പ്ലാൻ ടു ബ്രിങ് കോളിൻ ടു ദ ഗാർഡൻ ഹോപ്പിംഗ് ടു cure his difficulties in walking, but Mrs. Matlock blames Mary of stealing the pearl necklace and is signed to send her to a boarding school. ഈ സമയത്ത് ഡിക്കനും മേരിയും കൂടി പ്ലാൻ ചെയ്യുന്നു. അതായത് കോളിനെ നമുക്ക് ഈ സീക്രട്ട് ഗാർഡനിലേക്ക് കൊണ്ടുവരണം. അയാളുടെ ആ ഒരു രോഗം, അയാൾക്ക് നടക്കാൻ പറ്റാത്ത ആ ഒരു രോഗം മാറ്റാൻ സാധിക്കുമെങ്കിൽ നമുക്ക് അതിന് ശ്രമിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ സീക്രട്ട് ഗാർഡനിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് മാറ്റണം എന്ന് ഇവര് പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അതിനിടയ്ക്ക് നമ്മളുടെ മിസ്സിസ് മെറ്റ്ലോക്ക് ഇടപെടുന്നു. അവര് നമ്മളെ മേരിയെ കുറ്റം പറയുന്നു. അതായത് മേരിയെ കള്ളി എന്ന് മുദ്ര കുത്തുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ആ റൂമിൽ കയറിയ സമയത്ത് അവളുടെ അമ്മയുടെയും ആന്റിയുടെയും ഒരു ചിത്രം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പേൾ നെക്ലസ് കാണുമ്പോൾ അത് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഈ പേൾ നെക്ലസ് അടിച്ചു മാറ്റി എന്ന ഒരു കുറ്റം മിസ്സിസ് മെറ്റ്ലോക്ക് മേരിയിൽ ആരോപിക്കുന്നു. അങ്ങനെ മേരിയെ ഒരു ബോർഡ് സ്കൂളിൽ അയക്കാൻ സൈൻ ചെയ്യുന്നു. അതായത് ഇനി ഇവളെ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല, ഇവള് കള്ളിയാണ്, ഇനി ഇവളെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് തെണ്ടി തിരിഞ്ഞ് നടക്കാണ്, അതുകൊണ്ട് ഇവളെ ഒരു ബോർഡ് സ്കൂളിലേക്ക് ആക്കണം എന്ന് അവര് ഉറപ്പിക്കുന്നു.
അങ്ങനെ ഷി വാസ് ലോക്ക്ഡ് ഇൻ എ റൂം ആൻഡ് മേരി ഫൈൻഡ്സ് ലെറ്റേഴ്സ് ബിറ്റ്വീൻ ഹർ മദർ ആൻഡ് ഓണ്ട് ഇൻ എ റോക്കിംഗ് ഹോസ്. അങ്ങനെ മിസ്സസ് മെഡ്ലോക്ക് മേരിയെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് റൂമിലിട്ട് പൂട്ടുന്നു. അങ്ങനെ റൂമിലിട്ട് പൂട്ടുന്ന സമയത്ത് മേരി അവിടെ വെറുതെ ഇരിക്കുന്നില്ല, അവിടെ മുഴുവൻ അരിച്ചു പെറുക്കുന്നു. അങ്ങനെ അരിച്ചു പെറുക്കുന്ന സമയത്ത് അവളുടെ അമ്മയും ആന്റിയും അയച്ച കത്തുകൾ അവൾക്ക് കിട്ടുന്നു. ആൻഡ് ഷീ പേഴ്സുവേഴ്സ് കോളിൻ ടു റീഡ് ദം ആൻഡ് ദേ ബിഗാൻ ടു റീഡ് ദം ഇൻ ദ ഗാർഡൻ. ഇവള് കോളിനോട് പറയുന്നു, ഇതൊന്ന് വായിച്ചു തരുമോ, വായിക്കാനൊന്നും അറിയില്ല, അപ്പൊ ഇതൊന്ന് വായിച്ചു തരുമോ എന്ന് പറയുന്നു. അങ്ങനെ അവര് ഈ കത്തും എടുത്ത് സീക്രട്ട് ഗാർഡനിലേക്ക് പോകുന്നു. While lighting a candle, the depressed and distracted Lord Craven sets the desk on fire. ഈ സമയത്ത് ക്രാവൻ കോളിന്റെ അച്ഛനാണ്, ഇവളുടെ അങ്കിളാണ്. അപ്പൊ അദ്ദേഹം തന്റെ മകന്റെ അസുഖമൊക്കെ ആയിട്ട് വളരെ ഡിപ്രസ്ഡ് ആണ്. അങ്ങനെ ആ ഒരു അധികം എന്താണ് കൈക്കൊക്കെ സ്വാധീനം ഇല്ല, അതേപോലെ തന്നെ ആ ഒരു ഹെൽത്തി അല്ല, അൺഹെൽത്തി കണ്ടീഷനാണ്, അതേപോലെ തന്നെ ഡിപ്രസ്ഡ് ആണ്. അങ്ങനെയുള്ള അദ്ദേഹം മെഴുകുതിരി കത്തിക്കുന്ന സമയത്ത് ഡെസ്കിൽ തീ വീഴുന്നു, ആ ഡെസ്കിന് തീ പിടിക്കുന്നു. ആൻഡ് മേരി, ഡിക്കൻ ആൻഡ് കോളിൻ സീ ബ്ലാക്ക് സ്മോക്ക് ഫ്രം ദ ഗാർഡൻ. ആ ഗാർഡനിൽ ഇവര് ഇരിക്കുന്ന സമയത്താണ്, മേരി, ഡിക്കൻ, കോളിൻ ഇവര് ഗാർഡനിലുള്ള സമയത്താണ് ആ വീട്ടിനുള്ളിൽ നിന്ന്, റൂമിനുള്ളിൽ നിന്ന് കറുത്ത പുക ഇങ്ങനെ പോകുന്ന കാണുന്നു. ആൻഡ് മേരി എൻറ്റേഴ്സ് ദി ബേണിംഗ് ഹൗസ് ടു ഫൈൻഡ് ലോർഡ് ക്രാവൻ സീക്കിംഗ് ഹർ സൺ ഇൻ ദ റൂം. ഈ സമയത്ത് മേരി ഓടി വരുന്നു. ഈ റൂമിലേക്ക് ഓടി വരുന്ന സമയത്ത് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റൂമിനുള്ളിലേക്ക് ഓടി വരുന്ന മേരി കാണുന്നത് ലോർഡ് ക്രാവൻ തന്റെ മകനെ അന്വേഷിക്കുന്നതാണ്. അതായത് മകൻ ബെഡ് റിഡൻ ആണെന്ന് പറഞ്ഞു, അവന് നടക്കാൻ കഴിയാത്ത മകനാണ്. അപ്പൊ അവനെ ആ തീ പിടിച്ച റൂമിൽ അന്വേഷിക്കുന്ന ക്രാവനെയാണ് മേരിക്ക് കാണാൻ സാധിക്കുന്നത്. മേരി ട്രൈസ് ടു കൺവിൻസ് മിസ്റ്റർ ക്രാവൻ ദാറ്റ് ഹിസ് സൺ ഇസ് സേഫ്. താങ്കളുടെ മകൻ സേഫ് ആണ് എന്ന് ക്രാവനോട് മേരി പറയുന്നു. പക്ഷെ ആ ഒരു വെപ്രാളത്തിൽ ക്രാവൻ അത് വിശ്വസിക്കുന്നില്ല. കാരണം ബെഡ് റിഡൻ ആണ് മകൻ, അതായത് കിടക്കയിൽ തന്നെയാണ്, നടക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള മകനെ അദ്ദേഹം വീണ്ടും ആ തീ പിടിച്ച റൂമിൽ അന്വേഷിക്കുന്നു. അങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞ് മേരി അദ്ദേഹത്തെ ഗാർഡനിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഗാർഡനിൽ എത്തുന്ന സമയത്ത് അവിടെ ഡിക്കൻ ഉണ്ട്, കോളിൻ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മേരി ക്രാവനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ലോർഡ് ക്രാവൻ സീസ് ഹിസ് സൺസ് മൊബിലിറ്റി ആൻഡ് ഈസ് ഓബ്സ്റ്റിക്കൽ. ഈ സമയത്ത് ഗാർഡനിലേക്ക് വരുന്ന സമയത്ത് ക്രാവൻ കാണുന്നത് തൻ്റെ മകൻ നടക്കാൻ സാധിക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത്. അതായത് അതുവരെ വീൽ ചെയറിൽ ഇരുന്ന മകന് നടക്കാൻ സാധിക്കുന്നു. ആൻഡ് ഈസ് ഓബ്സ്റ്റിക്കൽ. അത് പെട്ടെന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന് ഭയം തോന്നുന്നു. അതോടൊപ്പം തന്നെ ഭയം കലർന്ന ഒരു അതിശയം തോന്നുന്നു. ആൻഡ് ഇൻ ദ എൻഡ് ലോർഡ് ക്രാവൻ റീബിൽഡ് ദ എസ്റ്റേറ്റ് ആൻഡ് മേരി, ഡിക്കൻ ആൻഡ് കോളിൻ ഹാവ് ഫൺ ഇൻ ദ ഗാർഡൻ. അങ്ങനെ അവസാനം ക്രാവൻ തീരുമാനിക്കുന്നു ഈ എസ്റ്റേറ്റ് ഒന്ന് പുതുക്കി പണിയണം. അങ്ങനെ അദ്ദേഹം അത് പുതുക്കി പണിയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ആ പുതുക്കി പണിഞ്ഞ എസ്റ്റേറ്റിൽ സന്തോഷത്തോടു കൂടി മേരിയും ഡിക്കനും കോളിനും ഒക്കെ ജീവിക്കുന്നു. ഇങ്ങനെയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. അതേപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മേരിയുടെ ക്യാരക്ടർ സ്കെച്ച്, പിന്നീട് ലോർഡ് ക്രാവൻ, അതേപോലെ തന്നെ മിസ്സിസ് മെഡ്ലോക്ക് ചോദിക്കാവുന്ന ഒരു ക്യാരക്ടറാണ്. സ്ട്രിക്റ്റ് ലേഡിയാണ്, സെർവൻ്റ് ആണ്. അതേപോലെ തന്നെ കോളിൻ ക്രാവനെ കുറിച്ചൊക്കെ ചോദിക്കാൻ ഉള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. These are the main points. Hope it is useful to you. Thank you.